ഹലോ. അപ്പം ഇന്നൊരു ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ്. തന്നെ കണ്ടതുപോലെ തന്നെ ഗിഫ്റ്റ് എനിക്ക് കിട്ടിയതല്ല, അമ്മുക്കുട്ടിയെ കിട്ടിയതാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ മാത്രം അൺബോക്സിങ് ഇരുന്നാൽ മതിയെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഗിഫ്റ്റ് എനിക്കല്ലല്ലോ കിട്ടിയത്, അമ്മുക്കുട്ടിക്കല്ലേ കിട്ടിയത്. അപ്പം എൻ്റെ കൂടെ അമ്മുസും ഉണ്ട്. അമ്മുസും ഉണ്ട്, ബാക്കിൽ പോയി ഇരിക്കുക. അപ്പം നമുക്ക് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട് നടന്നു, ഒരു രക്ഷയില്ലാതെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ക്രെഡിറ്റ് ഫുള്ള് കൊടുക്കേണ്ടത് മൈ ഹസ്ബൻഡിനാണ്. അത് ഞാൻ പിന്നീട് പറയാനാണ്. അപ്പം നമ്മൾ സമയം കളയാൻ നമുക്ക് അൺബോക്സ് ചെയ്യാം, കാരണം ടൈമില്ല. ഇവിടെ ഒരുപാട് നേരം അമ്മൂസിനെ ഇരുത്തി കളഞ്ഞാൽ ഇവിടെ ഫുള്ളും അലങ്കോലമാക്കി ഇനി അതിൻ്റെ മണ്ടേ കയറി. അപ്പോൾ ഫസ്റ്റ് ഗിഫ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇത് തന്നത് എൻ്റെ അമ്മയാണ്, എനിക്കറിയാം. ഫസ്റ്റ് ഗിഫ്റ്റ് തന്ന അമ്മയാണ്. ഇതാണ് അമ്മ. ഇത് കുറച്ച് വലുതല്ല, നല്ല വലുതാണ്. കാരണം നല്ല വലുതായിരിക്കും. അമ്മ പറഞ്ഞായിരുന്നു നല്ല വലുതാണെന്ന്. പക്ഷെ ഞങ്ങൾ കുഴപ്പമില്ല, അമ്മ വലുതിരിക്കട്ടെ. ചെറുത് കിട്ടുന്നതിനെക്കാളും നല്ലതാണ് വലുത് കിട്ടുന്നത്. ഇത്രയും സ്ഥലം ഉണ്ടായാലും കുണ്ടി കൊണ്ട് അറ്റമേ വെക്കത്തോളൂ. അമ്മക്കുട്ടി അപ്പം ഇതാണ്. ഇത് ഉടുപ്പ് ഭയങ്കര ഇഷ്ടപ്പെടേട്ടാ. അത്യാവശ്യം നല്ല നീളം വരുത്താൻ മാത്രം അമ്മൂസിന് ഇടാൻ പറ്റും. നമുക്ക് അതിൽ സൂക്ഷിച്ച് വെക്കാം. പക്ഷേ ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഈ ഉടുപ്പ് ചേരത്തില്ല. പക്ഷേ ഇതിൻ്റെ കുറച്ചും കൂടെ വലുതെടുത്തായിരുന്നെങ്കിൽ എനിക്കിടായിരുന്നു. എനിക്കിതിൻ്റെ പാറ്റേൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നൈസ്. താങ്ക് യു അമ്മ, ലവ് യു. ഇതെനിക്ക് കൊണ്ടുവന്ന ആളെ എനിക്കറിയാം. ഇത് വേറെ ആരുമല്ല, എൻ്റെ അനിയനാണ് കൊണ്ടുവന്നത്. അതായത് ജോയിലും അവൻ്റെ ഫ്രണ്ട്സും ഇന്നലെ വന്നായിരുന്നു. അപ്പം കൊണ്ടുവന്നതാണ് ഇത്. അന്ന് ഫംഗ്ഷന് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് ചടപടാ ഓടി വന്ന്. ഓയ്യോ, താങ്ക് യു ജോയിലേ, താങ്ക് യു സോ മച്ച് അമ്മുക്കുട്ടി. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച അമ്മുക്കുട്ടിക്ക് ടെഡി ബിയർ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് എനിക്കറിയാം. ഓൾമോസ്റ്റ് എല്ലാം ഡ്രസ്സതായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ആരും ഡോളോ ഒരു ടോയ് ഒന്നും തന്നില്ലല്ലോ എന്ന്. എൻ്റെ പൊന്നു ജോലി, താങ്ക് യു സോ മച്ച്, ലവ് യു. എന്താ അമ്മുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ? ഡെയറി മിൽക്ക്. ഓ സൂപ്പി, താങ്ക് യു സോ മച്ച് ജോലി. ഓപ്പൺ ചെയ്താൽ ഇപ്പം ഇത് ഓപ്പൺ ചെയ്ത് ഇപ്പം പാവയുടെ തല 2 കഷ്ണമാക്കി തരും. ഇതിവിടെ ഇരിക്കട്ടെ. താങ്ക് യു. ഇവിടെ ഇരിക്കട്ടെ. പിന്നെ രണ്ടാമത്തെ ഗിഫ്റ്റ് ടവല്. ഇത് ആളെയാണോ ടവലെന്ന് അറിയത്തില്ല. അത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ആളെ ടവലാന്ന് തോന്നുന്നു. ആരും തന്നേന്ന് അറിയില്ല. എല്ലാവരും വാങ്ങിച്ചു ഓർക്കാതെ ഇട്ട് പോയി കാണാനത്. ഇത് അല്ലാതെ തോന്നിയത് അത്രയേ വേണം തോന്നുന്നത്. അത്രയും കാത്തിക്കഴിക്കണം. രണ്ട് ജോലിയുണ്ടോ? ഇല്ലില്ല. ഓവർകോട്ടൊക്കെ ഉണ്ട്. അത് അപ്പം തന്നെ കടിക്കുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കളർ എനിക്ക് ഇഷ്ടമായി. എനിക്ക് ലൈറ്റ് കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഈ ഉടുപ്പ് ഇഷ്ടപ്പെട്ട് അതിനെ നശിപ്പിക്കുന്നു. ഒരു പാറ്റേണൊക്കെ ഒരു പെൺകൊച്ചിൻ്റെ. അപ്പോൾ ഈ തന്നെ ആരാന്ന് എനിക്കറിയില്ല. അങ്ങനെ ആരാണെന്ന് എനിക്കറിയില്ല ഗിഫ്റ്റ് തന്നത് സത്യം പറഞ്ഞാൽ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇതുമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ആര് തന്നെയാണെങ്കിലും ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത് എന്താണെന്ന് അറിയാവോ? ടൈമില്ല. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കാര്യം. കാരണം ഒരുപാട് സമയം എനിക്ക് ഈ ഗിഫ്റ്റ് കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അറിയാലോ, അമ്മൂസിന് ശരിയാവത്തില്ല. അതാണ് ഞാൻ പെട്ടെന്ന് നോക്കി ഇങ്ങനെ കാണിക്കുന്നത്. ഒന്നും വിചാരിക്കരുത്. വൈറ്റ് ഇത് കൊള്ളാം കേട്ടോ. ഈ ഡ്രസ്സ് കൊള്ളാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കട്ടെ അമ്മൂസിന് ഉടുപ്പ് കിട്ടുവാണെങ്കിൽ തന്നെ കിടം അതേപോലെ കുറച്ച് വലുതായിരുന്നാലും കുഴപ്പമില്ല. എനിക്ക് ടെൻഷനില്ല. കാരണം ഇച്ചിരി കൂടെ ആകുമ്പോൾ ഇടാൻ പറ്റും. ഇത് കറക്റ്റ് അളവ് വാങ്ങിച്ചാലില്ലേ ഒട്ടും ഇടാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ കറക്റ്റ് അളവ് വാങ്ങരുതെന്ന് ഞാൻ മിക്കയിടത്തും പറയും. കാരണം ഒരു വയസ്സൊക്കെ കുറച്ചും വലുത് വാങ്ങിച്ചായിരുന്നെങ്കിൽ നമുക്ക് ഇടാം.
പേടിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതാണ് കേട്ടോ ഇതാണ് ക്യൂട്ടായിട്ടുണ്ട്. നൈസ്, താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ അവിടെ നിന്നൊക്കെ റബ്ബറൊക്കെ ഇട്ട് വെച്ചു. ഞാൻ പറഞ്ഞില്ല പാവ ഓപ്പൺ ചെയ്തതിനെ നശിപ്പിക്കും. അപ്പം മുട്ടായി മാത്രം ഇങ്ങനെ കുത്തിപ്പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രോക്കാട്ടോ, ഇത് അമ്മൂസിന് ഇതിന് ചൂടെടുക്കാത്ത ഫ്രോക്കാ തോന്നുന്നു കേട്ടോ. അമ്മൂസേ നോക്കട്ടെ, എനിക്ക് ഫ്രോക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അമ്മൂസിന് ഫ്രോക്ക് ഒട്ടും ഇഷ്ടമല്ല. കുഞ്ഞുപിള്ളേർക്ക് പൊതുവെ ഫ്രോക്കിനോട് താല്പര്യം. ചൂടാ അമ്മൂസിനെ കൊണ്ടൊരു ചൂടെടുക്കും. നല്ല രസമുണ്ട് കേട്ടോ, പക്ഷേ ക്യൂട്ടായിട്ട്. ഇതാര് തന്നെയാണെങ്കിലും താങ്ക് യു സോ മച്ച്. നല്ല രസമുണ്ട് കാണാൻ. ഇതൊന്നും ഇടല്ലേ എന്റെ കുഞ്ഞുമാവേ. ജോയില് മാത്രമേ ഗിഫ്റ്റ് തന്നോളെന്ന് വെച്ചാൽ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ഉടുപ്പാന്ന് തോന്നുന്നു. എല്ലാം ഉടുപ്പായിരിക്കും. എന്നുവെച്ചാൽ വില കുറച്ച് കാണുമല്ല, ഒരു വർഷത്തേക്ക് അമ്മക്കുട്ടിക്ക് ഇനി ഉടുപ്പെടുക്കണ്ട എന്ന് തോന്നുന്നു. അത്രയും സന്തോഷം. എല്ലാവരും ഫംഗ്ഷന് വന്ന് അമ്മക്കുട്ടിനെ ബ്ലസ് ചെയ്തു, ഗിഫ്റ്റ് തന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല രീതിയിൽ ഫംഗ്ഷൻ നടന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഇത്ര നന്നാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇത് ക്രെഡിറ്റ് ഗോസ് ടു മൈ ഹസ്ബൻഡ്. പ്ലീസ് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല, പിന്നെ ഞാൻ ജസ്റ്റ് വീഡിയോ പറയുന്നതേ ഉള്ളൂ. ചുമ്മാ പറഞ്ഞോ. ഇതൊരു കുട്ടി ഫ്രോക്കാണ് കേട്ടോ. ഈ കുട്ടി ഫ്രോക്ക് ഇവിടെ അരിപ്പ് വന്നു. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. തന്ന ആരാണെങ്കിലും താങ്ക് യു സോ മച്ച്. ഇതെല്ലാം ഇതിനകത്ത് തന്നെ വെക്കട്ടെ, ഇല്ലെങ്കിൽ എനിക്ക് ഇരട്ടി പണി ഉണ്ടാക്കി തരും. ഇത് അടച്ചാൽ ഇതെല്ലാം ഞാൻ ഇവിടെ മടക്കി പൊക്കി വെക്കുന്നത്. ഇപ്പോഴത്തെ നടന്മാരെ ഇതൊരു ഭയങ്കര വലിയ ടാസ്ക്കാണ്. വലിയ ടാസ്ക് കേട്ടോ. മാറ്റി വെക്കാണ്ട്, അല്ലെങ്കിൽ ഞാൻ അഴിച്ചു തന്നെ പിന്നെ അഴിച്ചുകൊണ്ടിരിക്കും. ക്യൂട്ട് കളർ കേട്ടോ, ക്യൂട്ട് കളർ. ഇത് കൊള്ളാം കേട്ടോ. ഇതാര് തന്നെന്ന് അറിയില്ല, നല്ല രസമുണ്ട്. അമ്മൂസിനെ നല്ല രസം, ക്യൂട്ടായിരുന്നു. കടിക്കുന്നുണ്ട് അമ്മൂസേ. ഇതാര് തന്നെയാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കുഞ്ഞു പിള്ളേരെ ഉടുപ്പ് കാണുമ്പോൾ ഭയങ്കര ഒരു ക്യൂട്ടാ. നല്ല രസമല്ലേ? എനിക്ക് തോന്നുന്നു, ഉറപ്പില്ല എന്നെയാ തന്നെയെന്ന് തോന്നുന്നു, അറിയില്ല, എനിക്കറിയില്ല. ചുറ്റും മൈൻഡിലേക്ക് വന്ന പേര് അതിനൊരു കിട്ട കാണുന്നു. ആണെന്ന് അറിയില്ല, എനിക്ക് ഉറപ്പില്ല. താഴെ നോക്കട്ടെ. കളിക്കാറ് അമ്മക്കുട്ടിക്ക് ചെറുതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ആര് തന്നെയാണെങ്കിലും ചെറുതാണ്. പാൻറ് കുഴപ്പമില്ല,
തോന്നുന്നില്ല, ടൈറ്റാണ്. ടൈറ്റാണ്. ചായ തന്നെയാണെങ്കിൽ താങ്ക് യു. ഇതിനു മുമ്പും എനിക്ക് ഒരു 2 ഡ്രസ്സ് കിട്ടിയപ്പോൾ അമ്മുക്കുട്ടിക്ക് ടൈറ്റ്, അതായത് അമ്മുക്കുട്ടിക്ക് ഒരു 6-7 മാസം ഇടുന്ന ആ ഒരു പ്രായത്തിലെ ഉടുപ്പ് എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയത്. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ബർത്ത്ഡേക്ക് മുമ്പ് 2 ദിവസം മുമ്പ് എനിക്ക് കിട്ടിയതാണ്. അതെടുക്കില്ല. തന്നെയാണെങ്കിലും താങ്ക് യു. പിന്നെ രണ്ട് ജോഡിയുണ്ട്. ഒരു ഫ്രോക്കും ഉണ്ട്, ഒരു വെസ്റ്റേൺ ഉടുപ്പും ഉണ്ട്. കിലുക്കൊക്കെ ഉണ്ട്. മേ ബി അമ്മൂസിന് ഇങ്ങനത്തെ ഫ്രോക്കുകൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഈ നെറ്റുള്ള ഫ്രോക്കുകളും ഭയങ്കര ഇറിറ്റേഷൻ അമ്മൂസിന്. ഇങ്ങനത്തെ ഫ്രോക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടായിട്ട് അമ്മൂസ് ഇട്ടേക്കും. മറ്റേത് ഭയങ്കര ഞാൻ അന്ന് ബർത്ത്ഡേക്ക് ആ ഫ്രോക്ക് ഇട്ടപ്പോൾ ഭയങ്കര ശ്വാസം മുട്ടിലായിരുന്നു. അത്രയും സമയം വരെ നിന്ന് തന്നെ അത്രയും ഭാഗ്യം. ഇഷ്ടപ്പെട്ട നോക്കട്ടെ. എണീറ്റ് നിൽക്കുമോ? ഒന്ന് നമ്മുടെ പൊന്നെ എണീറ്റ് നിൽക്കൂ. ഒറ്റയ്ക്ക് അൺബോക്സ് ചെയ്താൽ മതിയായിരുന്നു. ആവുന്നെന്ന് പറഞ്ഞു വരുന്നു. നടക്കത്തില്ല. വെട്ടിയൊക്കെ എന്തിട്ട് കളഞ്ഞാ. താങ്ക് യു സോ മച്ച് കേട്ടോ. ആര് വന്നാലും താങ്ക് യു. ഫോൺ എടുക്കാവുള്ളൂ. ഫോൺ എടുക്കാവുള്ളൂ. നമ്മുടെ അതിനകത്ത് ഈ ഉടുപ്പ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ആര് തന്നെയാലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. നടുക്കൊരു സിൽപ്പർ പോലെ ചെരുപ്പ് ബട്ടൺസ് ആണ്, പക്ഷെ സിൽപ്പറിൻ്റെ മോഡൽ കേട്ടോ. ഇത് ക്യാമറ കാണുമ്പോൾ അത്ര ഭംഗിയായിട്ട് തോന്നുന്നില്ല. അത് ക്യാമറ കാണുമ്പോൾ അത്ര ഭംഗിയായിട്ട് പെട്ടെന്ന് തോന്നില്ല, പക്ഷെ നേരിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട്. സത്യം പറഞ്ഞാൽ ഇത് ആര് തന്നെന്ന് അറിയത്തില്ല, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ അവിടെ നമ്മൾ ജസ്റ്റ് നോക്കിയായിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ട്. കുട്ടി അയ്യോ ഇത് എങ്ങനെ ഞോളപ്പാഞ്ഞ മോളി വരുമ്പോ എന്നെ വേണം, ആരും പോകുമ്പോ എന്നെ വേണ്ട. തെളി കളയണം. താഴെ തന്നെ ക്യൂട്ടായിട്ടുണ്ട്. താങ്ക് യു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. ഈ ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടം. താഴെ വെക്കാതെ ചൂടെടുക്കുന്ന ആ ഫാൻ ഇട്ടിട്ട് പോകും. ടോയ് മിഠായി എല്ലാം എവിടെ പോയെന്ന് അറിയത്തില്ല കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ വെച്ചേക്കുന്നത് നല്ല സത്യം പറഞ്ഞാൽ കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ തല വേറെ, ഉടല് വേറെ, കാല് വേറെ എല്ലാം പോകും. ഇവിടെ തന്നെ കളിക്കും. കണ്ടോ പിന്നെയും കൊണ്ട് കുണ്ടിയോടെ വെച്ചേക്കുന്നുണ്ട്. കണ്ടോ നടക്കുന്ന കേട്ടോ. എന്നിട്ട് അനിയത്തി അപ്പോഴേ പറഞ്ഞേ, ചേച്ചി അവൾ ഉറങ്ങിക്കേണ്ട അൻപോക്ക് മതിയെന്ന്. ഞാൻ ഒരു ഗുമ്മിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഉറക്കാതെ എൻ്റെ കൂടെ ഇരുത്തിയതാണ്. എനിക്കിത് പണിയായെന്ന് തോന്നുന്നു. ഇതും ഒരു ടീഷർട്ട്, എല്ലാം മിക്കതും ടീഷർട്ട് മോഡലിൽ വാങ്ങിയിരിക്കുന്നു. ടീഷർട്ട് മോഡലാണ്. ഷൂ എടുത്തിട്ടുണ്ട്, ജീൻസിൻ്റെ ഇതാര് തന്നെങ്കിലും താങ്ക് യു സോ മച്ച്. ഒന്നും വിശദമായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്നെനിക്കറിയാം. അറിയാലോ സാഹചര്യങ്ങൾ, സമ്മർദ്ദം.
ആശയൊക്കെ തന്നേന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല, പെട്ടെന്ന് മൈൻഡിലേക്ക് വന്ന പേരാണ്. ഇത് ആശ ചേച്ചി തന്നേന്ന് തോന്നുന്നു. കാരണം ആശ ചേച്ചി രാത്രി ഞാൻ ഇങ്ങനെ അമ്മൂസിൽ ഉറക്കാൻ നേരത്ത് കൊണ്ട് തന്നായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം കുറച്ച് നിക്കർ തന്നതിന് താങ്ക്സ് ചേച്ചി കേട്ടോ. നിക്കറിന് വളരെ അത്യാവശ്യമാണ് ഇവിടെ നിക്കർ. ഒന്നിട്ട് അങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് ഇച്ചുമുള്ളും, അപ്പം അടുത്ത ഇടും. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. താങ്ക് യു ചേച്ചി, നിക്കർ തന്നതിനും ഉടുപ്പ് തന്നതിനും. ഇത് റബ്ബറൊക്കെ വെച്ചിരുന്നു. ഇതും ഒരു ഫ്രോക്കാണ്. എൻ്റെ നിൽക്കത്തില്ല, അതാ എൻ്റെ നിന്ന് പിന്നെ ഇവിടെ ഇച്ചിരി സമാധാനമായിട്ട് പണിയായിട്ടിരിക്കും. അപ്പോൾ എനിക്ക് നിന്ന് പിന്നെ ശ്രദ്ധ മാറും. ഈ തന്ന ആർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ അപ്പയാണ് ഇത് ആര് കളറാൻ എനിക്കറിയില്ല. ഇത് നല്ല രസമുണ്ട്. ഇങ്ങനത്തെ ഫ്രോക്ക് കിട്ടുവാണെങ്കിൽ നല്ല രസമാണ്. നല്ല കളറല്ലേ? ഇപ്പോഴെങ്ങനെ ധരിച്ചാൽ മതിയായിരുന്നു. അടുത്ത് നോക്കട്ടെ. അത് തന്നാൾക്ക് താങ്ക് യു കേട്ടോ. താങ്ക്സ് പറയാൻ വിട്ടുപോയിട്ടില്ലെങ്കിൽ ഒന്നും വിചാരിക്കില്ല കേട്ടോ. അറിയാലോ അമ്മൂസിനെ എത്തി ഭയങ്കര ടാസ്ക്കാണ്. പെട്ടെന്ന് ഞാൻ അൺബോക്സ് ചെയ്യുന്നതാണ്. ഒരുപാട് നേരം അമ്മൂസിനെ ഇങ്ങനെ എത്താൻ പറ്റത്തില്ല. ഭയങ്കര കുരുത്തക്കേടാണ്. ഭയങ്കര കുറുമ്പിയേ വരും. കുറുമ്പി കുട്ടി. ഇത് 2 ജോഡിയുണ്ട്. നല്ല കളറായിട്ടും അടിപൊളിയായിട്ടും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല കളറ്. ആര് തന്നെയാണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇങ്ങനൊരു കളറ് റെയറായിട്ടൊക്കെ എനിക്ക് കിട്ടാറുള്ളൂ. അത് ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഡ്രസ്സിങ് സെൻസുള്ള ആരെടുത്തെന്ന് തോന്നുന്നു. അങ്ങനെയല്ല കേട്ടോ, ബാക്കി മോശമാണെന്നല്ല. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. അത് തുടരാം. ഈ ഉടുപ്പ് നോക്കട്ടെ അമ്മ. ഭയങ്കര ദേഷ്യം. അത് ചുമ്മയായിട്ടിരിക്കും. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതും കൊള്ളാം. 2 ഉടുപ്പുണ്ട്. ആര് തന്നെയായാലും താങ്ക് യു സോ മച്ച്. ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ക്യൂരിയോസിറ്റിയിൽ അപ്പം തന്നെ ഗിഫ്റ്റ് ഇടുകയാണെങ്കിൽ പൊട്ടിച്ച് നോക്കിയെങ്കിൽ സമാധാനമില്ല. പിന്നെ ഈ 2 ദിവസം എടുത്തത് ഒരു സമയം കിട്ടിയില്ല. അപ്പം പറഞ്ഞാൽ അപ്പോൾ സാവകാശം കിട്ടിയില്ല. അപ്പോൾ 2 ദിവസം എടുത്തത് എനിക്ക് സമാധാനമായിട്ടൊക്കെ ഇത് പൊട്ടിക്കാന്ന് വെച്ചു. പക്ഷെ സമാധാനമില്ല എനിക്ക്. കിട്ടി നല്ല മജന്തയാണ്. അത് വൈലറ്റാണ്. കൊള്ളുന്ന ദിവസം ആൻവിയുടെ അമ്മൂസിന് ഇങ്ങനെ എടുത്ത കളർത്തന്നെ ഭയങ്കര കടുത്ത കളറൊക്കെ ഭയങ്കര രസമാണ്. എൻ്റെ ബ്രദർ പറയും ഇങ്ങനത്തെ എടുത്ത കളറുകൾ കടുത്ത കളറുകൾ എടുക്കാം. ഒരു ജെട്ടിയുണ്ട്. താങ്ക് യു. കുട്ടി ജെട്ടി. പക്ഷേ ഈ ജെട്ടി ചേർത്തില്ല കേട്ടോ അമ്മക്കുട്ടിക്ക്. ഇത് 1 മാസം 2 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇട്ടുള്ളൂ. ഇതിപ്പം കേരത്തില്ല ടൈറ്റായിരിക്കും. ഉടുപ്പ് കറക്റ്റാട്ടോ. ഉടുപ്പ് കറക്റ്റ്. അപ്പം ആര് തന്നെയാണെങ്കിലും താങ്ക്സ്. അടുത്തത് നല്ല രീതിയിൽ പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കോബോഡി ജീൻസ് ആണ്.
ഓ, ഇത് എൻ്റെ അച്ചാച്ചന് ഹസ്ബൻഡിന് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഉടുപ്പ്. കാരണം അച്ചാച്ചന് ഇങ്ങനത്തെ ഉടുപ്പുകൾ ഭയങ്കര ഇഷ്ടം കേട്ടോ. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഉടുപ്പുകൾ കാണുമ്പോൾ എനിക്ക് പറയും നീ വാങ്ങിച്ചിടാൻ. എനിക്കിങ്ങനെ ഓരോന്ന് അയച്ചു തരും. ഇങ്ങനെ ഇപ്പം ഓരോ സൈറ്റൊക്കെ ഓരോ ലിങ്കൊക്കെ ഇങ്ങനത്തെ ഉടുപ്പിൻ്റെ ഉടുപ്പ് അച്ചാച്ച എനിക്കൊന്ന് കുറേ നാട് പ്ലാൻ ചെയ്യുന്നുണ്ട് വാങ്ങാൻ. നീ അമ്മൂസ് വാങ്ങിച്ചിടാൻ പറ്റും. അമ്മൂസ് വരുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറയാം ഇങ്ങനത്തെ ഇടാൻ പറ്റും. പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ കുറേ കടകൾ ചോദിച്ചു. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇത് ചേരത്തിനും തോന്നുന്നു. കിട്ടിയിട്ടുമില്ല, ചേരത്തിലും തോന്നുന്നു. പക്ഷേ നല്ല രസമുണ്ട്. അച്ചാച്ചന് ഇഷ്ടപ്പെടുമോ തോന്നുന്നു, എനിക്കറിയില്ല. കുറച്ച് വലുതാണ്. വലുതിരിക്കട്ടെ, സന്തോഷം. അമ്മൂസിന് കുറച്ചും കൂടെ ആകുമ്പോഴത്തേക്ക് ഇടാം. സൂക്ഷിച്ച് വെച്ചേക്കാം. ഇത് ആര് തന്നാലും നൈസ്. വള്ളിയൊക്കെ ഉണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ. എനിക്ക് ഒന്നും ഓർമ്മയില്ല. എന്തൊക്കെയോ എനിക്ക് പറയുന്നുണ്ട്. പെട്ടെന്ന് വിടണം. ഒന്നും തെറ്റായിട്ട് വിചാരിക്കരുത് കേട്ടോ. ഞാൻ എന്തൊക്കെയോ പറയുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഇത് മാത്രം എനിക്ക് ഒരു ടീഷർട്ട് മോഡല. ഇത് കുറച്ച് നല്ലതാണ്. ഈ ഉടുപ്പ് ആര് തന്നാലും താങ്ക് യു സോ മച്ച്. പിന്നെ ഇത് കൊള്ളാം കേട്ടോ. നല്ല കളറല്ലേ, നല്ല രസമുണ്ടല്ലേ. ഒരു പാർട്ടി മോഡൽ ടൈപ്പില്ലേ. എവിടെ പോണ് നോക്കട്ടെ അമ്മ. ഈ ഫ്രോക്ക് നോക്കട്ടെ. അമ്മ നോക്കി ഫ്രോക്ക് നോക്കട്ടെ. ഫ്രോക്ക് നോക്കി. ഈ ഫ്രോക്ക് നോക്കട്ടെ അമ്മ. ഇഷ്ടപ്പെട്ടോ ഒരു ഫ്രോക്ക് കൊള്ളാല്ലേ. പാർട്ടി മോഡൽ. ഇത് ആര് തന്നെയാലും താങ്ക് യു സോ മച്ച്. നൈസ് സെലക്ഷൻ. നൈസ് സെലക്ഷൻ. പിന്നെ ഇതൊരു ജീൻസ് മോഡലാണ്. പഫ് കയ്യിൽ കൊള്ളാം. ഈ പുതിയ ഉടുപ്പിൻ്റെ മണവും ബുക്കിൻ്റെ മണവും ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ് പുതിയ ബുക്കിൻ്റെ മണം. അപ്പം താങ്ക് യു. ഇതിനും ഇതെനിക്കൊന്ന് മാമി തന്നെയാണ് തോന്നുന്നല്ല. മാമി തന്നെയാണ്. ഇത്രയും പെട്ടികൾക്കാട്ട് വലിയ പെട്ടി മാമി തന്നതാണ്. ഫ്രോക്കാണ് തോന്നുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. കുറച്ച് കട്ടി തോന്നുന്നു. ഇതിൻ്റെ ലൈനില്ല ബാക്ക് ലൈനിങ് ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ ബാക്കിൽ കുറച്ച് വെയിറ്റ് അല്ല, കട്ടിയായിട്ട്. കൊള്ളാം. നൈസായിട്ട് നല്ല കളർ. അമ്മൂസിന് ഇല്ലാത്തൊരു കളർ. നോക്കട്ടെ വഴി എനിക്ക് നോക്കട്ടെ. എൻ്റെ നോക്കട്ടെ. ഫ്രോക്ക് നോക്കട്ടെ. ബാർബി കൊള്ളാം കേട്ടോ. ഫ്രോക്കല്ല ഞാൻ ഇടിയിപ്പിക്കും പിന്നീട്. കാരണം ഫ്രോക്കൊക്കെ പിന്നെ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഫ്രോക്കെല്ലാം അങ്ങ് ആദ്യം ഇടിയിപ്പിക്കാം. ദിവസങ്ങളല്ലേ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഫ്രോക്ക് ഇടിപ്പിക്കാം. അല്ലെങ്കിൽ ഒട്ടും ഇടത്തില്ല. അപ്പോൾ ഇനി അങ്ങോട്ടപ്പോൾ തീരെ ഇടത്തില്ല. ഇത് കാണിച്ചു തരാം. മിക്സ് ആയിപ്പോയി കേട്ടോ. ഇത് കാണിച്ചു തരാം. തീർന്നോ? ഗിഫ്റ്റ് ബോക്സ് ചെല്ലാൻ പോകുന്നു. രണ്ട് ഫ്രോക്ക് കേട്ടോ. രണ്ട് ഫ്രോക്ക് നല്ല രസമുണ്ട് കേട്ടോ. വീഡിയോ എത്ര ഇതായിട്ട് തോന്നുന്നു അറിയില്ല. പക്ഷെ നല്ല രസമുണ്ട്. ഇത് അടിപൊളി കേട്ടോ. ഇത് അമ്മൂസിന് ടൈറ്റ് അല്ല, പക്ഷെ ഹാഫേ കാണത്തോളം തോന്നുന്നു കേട്ടോ. കാരണം ഇവിടെ കാണുന്നത് ഹാഫേ കാണത്തോളം.
അതായത് അമ്മൂസ എടുക്കും എന്ന് വിചാരിച്ച് താഴെ എടുത്ത് വെച്ചതാണ്. ഇതും കൊള്ളാം കേട്ടോ ഈ ഫ്രോക്ക്. വളയുണ്ട്, ബോയുണ്ട്. ഇത് ആര് തന്നെയാന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ സെറ്റായിട്ട് ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഇതൊക്കെ അലർജിയാണ് എൻ്റെ കുഞ്ഞിന്. തന്നെ ആരായാലും താങ്ക് യു കേട്ടോ. വേറൊരു ഗിഫ്റ്റ് ഒരെണ്ണമുണ്ട്. നടക്കുന്നില്ലേ ഗിഫ്റ്റ്, ഇരുത്തി നടക്കാൻ വേണ്ടിയുള്ള ഇരുത്തി ഒരു ഇതുപോലെ വണ്ടി പോലെ, അത് താഴെയാണ്. മേ ബി അത് നടക്കാറൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇരിക്കും, കുറച്ച് നേരം ഇരിക്കും, പിന്നെ എണീക്കും. അതിന് പാട്ട് അത് ഞെക്കിക്കൊണ്ട് കളിച്ചോണ്ടിരിക്കും, അല്ലാതെ അത് തള്ളിക്കൊണ്ട് നടക്കും. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് താഴെ കിടക്കും, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. അപ്പം ഓൾമോസ്റ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് മിസ് ചെയ്യലാണല്ലോ, ബാക്കി എല്ലാം തുറന്ന് നോക്കിയത് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗിഫ്റ്റ്. അപ്പോൾ ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും വന്ന് ഗിഫ്റ്റ് തന്ന് എൻ്റെ കുഞ്ഞിനെ ബ്ലെസ് ചെയ്ത്. അപ്പോൾ ഫംഗ്ഷനൊക്കെ അടിപൊളിയായി നടന്നു. ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അമ്മുവേ ഹാപ്പിയാണോ? ഹാപ്പി 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 ഹാപ്പി. അപ്പോൾ ഗിഫ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, അപ്പുറത്തെ റൂമിലായിട്ട് വിട്ടുപോയി എൻ്റെ കയ്യിൽ നിന്ന്. അപ്പം ഇത് ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഇരുന്നാണ്, ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. അമ്മൂസ് എടുത്ത് കളിച്ചുകൊണ്ടിരുന്നായിരുന്നത്, അപ്പം മിസ്സായി പോയില്ല. അപ്പം അതിൻ്റെ കൂടെ ഡ്രസ്സിൻ്റെ കൂടെ ഒരു ബോട്ടിലുണ്ട്, ഒരു ബട്ടർ ബോട്ടിൽ ക്യൂട്ടായിട്ടുള്ള ഒരു, പിന്നെ ഒരു ഡ്രസ്സ്, ഒരു ക്യൂട്ടായിട്ടുള്ളൊരു നൈസ് ഇഷ്ടപ്പെട്ടു, സൂപ്പറായിട്ടുള്ളത്. പിന്നെ ഈ ഡ്രസ്സ്, അതായത് അന്ന് ഗിഫ്റ്റ് തന്നപ്പം അമ്മൂസിന് ഫ്രോക്ക് ഭയങ്കര ചൂടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഗിഫ്റ്റ് എടുത്ത് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇനി കിട്ടിയ ഗിഫ്റ്റ് പൊട്ടിച്ച് ഞാൻ ഇടിപ്പിച്ച് തന്നത്. ആരെ തന്നെ എനിക്ക് അറിയില്ല, പക്ഷേ നിൽക്കുന്നേ ഉള്ളൂ. ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ്. അപ്പോൾ ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി, താങ്ക് യു സോ മച്ച്. ഭയങ്കര ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, അമ്മൂട്ടി ഹാപ്പിയാണ്. അപ്പം എല്ലാവരും വന്ന് ബ്ലെസ് ചെയ്ത് ഗിഫ്റ്റ് തന്നതിന് ഒരുപാട് താങ്ക് യു. അപ്പം വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണാൻ